നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന 7ാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈച്ഛതവിധിഃ തത്തേ വിഭോ ഭാതുമേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തത്ര ഏവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടി ലസത് കിരീട കടകാദ്യാകൽപദീപ്രാകൃതി ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐച്ഛത വിധിഃ തത് തേ വിഭോ ഭാതു മേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഏവം പ്രതിദർശിതേ തത്ര നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടി ലസത് കിരീട കടകാദ്യാകൽപദീപ്രാകൃതി ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണി ഛായാരുണം വിശ്വേഷാം കാരണം തവ രൂപം വിധിഃ ഐച്ഛത ഹേ വിഭോ തേ തത് മേ ഭാതു. ഇപ്രകാരം ഭഗവാനാൽ പ്രദർശിപ്പിക്കപ്പെട്ട വൈകുണ്ഠ ലോകത്തിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതും ഉജ്ജ്വലിക്കുന്ന കോടി സൂര്യന്മാരെ പോലെയുള്ള കിരീടം, കടകം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രകാശപൂർണമായതും ശ്രീവത്സം അങ്കിതമായിട്ടുള്ളതും കൗസ്തുഭരത്നകാന്തിയാൽ അരുണവർണം പൂണ്ടതും എല്ലാ വിശ്വത്തിൻ്റെയും മൂലകാരണവുമായ അങ്ങയുടെ രൂപത്തെ ബ്രഹ്മാവ് പ്രത്യക്ഷ രൂപത്തിൽ ദർശിച്ചു. ഹേ ഭഗവാനെ, ആ രൂപം എന്നിലും പ്രകാശിക്കണമേ. ഇതാകുന്നു മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ പൂർണ്ണമായി. നമസ്തേ.